2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ല ഒക്കെ ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടന്നു. ഹായ് ഗൈസ്, ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു 2-3 ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൊക്കെ വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു തംബ്നെയിൽ ഞാൻ കാണാനിടയായി. അപ്പോൾ എനിക്കറിയാം ഒരു ക്ലിക്ക് ബൈറ്റ് തംബ്നെയിലാണ്. പക്ഷെ 1, 2, 3, 4 ആൾക്കാരുടെ ഇടയിൽ അതിലൊക്കെ പറയുന്നത് വോയിസുകൾ പുറത്ത് ഞെട്ടിക്കുന്ന വോയിസുകൾ, എന്താണ് ഹോട്ടൽ റെയ്ഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് CJ റോയിനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. അപ്പം ഞാൻ കരുതി ഇരുന്ന് കാണാമെന്ന്. അങ്ങനെ ഞാൻ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനൽ ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ആ കോണ്ടന്റ് റെക്കോർഡ് ചെയ്തെടുത്തു. കാരണം അതിൽ ചില കാര്യങ്ങൾ കേട്ടപ്പം എവിടെയോ എന്തൊക്കെയോ ഒരു സത്യാവസ്ഥ ഉണ്ട് എന്ന രീതിയിലും, അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ കൂടെ ഈവൻ വീഡിയോ കാണാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെങ്കിലും ഇത് കണ്ടോട്ടെ എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഓഡിയോയിലെ മെയിൻ കോണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ എത്തിയത്, ആ ഗ്രൂപ്പിൽ എങ്ങനെ സാധാരണ ഒരു ജോലിക്കാരൻ ഒരു ഡയറക്ടർ പദവിയിലോട്ട് എത്തി, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ പദവിയിലോട്ട് എത്തി, അങ്ങനെയൊക്കെ എത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഏത് പോയിന്റിലാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലോട്ട് പോയത്. എല്ലാവരും പറഞ്ഞത് ആ പെർട്ടിക്കുലർ വ്യക്തി 1999 തൊട്ടിട്ട് 2005 വരെ അതിൽ വർക്ക് ചെയ്തു, 2005 ശേഷം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്നാണ്. പക്ഷെ ഈ ഓഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്പൂതിരീസിനെ ക്ലബ് ഹൗസിൽ നിന്ന് ഒരു റെയ്ഡിന്റെ ഭാഗമായി എന്തോ ഒരു സാഹചര്യത്തിൽ CJ റോയിനെയും ആളുടെ പത്നിനെയും കാണാനിടയായതിൻ്റെ ഒരു റിഫ്ലക്ഷന്റെ ഭാഗമായി ഇറക്കി വിട്ടതാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ എന്നൊക്കെയാണ് ഈ ഓഡിയോസിൽ പറയുന്നത്. പിന്നെ ഇറങ്ങി പോകുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി കാണിച്ചു കൂട്ടിയത് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോയി, ഇയാളെയാണ് നമ്മൾ ഇത്രത്തോളം ഇതാക്കിയത് എന്ന് വെച്ചാൽ ആരാധിച്ചത്, അല്ലെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ചാരിറ്റി, എന്താ ഇനി കൊടുക്കാൻ ടാഗ് ലൈൻസ് ഇല്ല, അങ്ങനെ ടാഗ് ലൈൻസ് കൊടുത്ത ഒരാളാണ്. പക്ഷെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോഴാണ് ഗോപിയേട്ടാ നമ്മൾ അറിഞ്ഞത്. ഇപ്പോഴാണ്. എന്തായാലും അവിടെ കിടക്കട്ടെ, നമുക്ക് ഓഡിയോയിലോട്ട് പോകാം. രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് ആണ് ദിവസമൊക്കെ തുടങ്ങിയത്. അങ്ങനെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നു. ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയ് ആ കാലത്ത്. അപ്പോ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കെൽട്രോണില് എഞ്ചിനീയർ ആയിരുന്നു. സോ ഇവിടെ തുടക്കത്തില് അവരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടാണോ അല്ലയോ എന്നറിയില്ല, കാലൊക്കെ പിടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈൻ പറയുന്നുണ്ട്. അപ്പം പൊതുവേ ഇപ്പൊ കറന്റ് ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ബിഗ് ബോസ് നമ്മുടെ ലാസ്റ്റ് സീസൺ 7 അനുമോള് ജയിച്ചിറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം വിഷമമായിരുന്നു. കാരണം എല്ലാവരുടെ മനസ്സിലെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അനീഷ് ജയിക്കണമെന്നാണ്. അപ്പം അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണോ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷിന് 10 lakh കൊടുത്തത് എന്നാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ജനങ്ങളുടെയും വ്യക്തികളുടെയും പൾസ് അനുസരിച്ച് കൊണ്ട് അവരോട് പെരുമാറാനുള്ളൊരു കഴിവ് റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഫസ്റ്റ് തൊട്ടേ ഉണ്ട് എന്നുള്ളൊരു സാധനമാണ് ഇതിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഈ ഓഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലതാ നമ്പൂതിരിയുടെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായി പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൾഫില് ജോലിക്ക് പോയി. കെൽട്രോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ. പല ആളുകളും ഇപ്പൊ കെൽട്രോണില് നമ്മുടെ TG കെൽട്രോണിൽ ജോലി ചെയ്തിരുന്നത്, നീലകണ്ഠൻ CR നീലകണ്ഠൻ കെൽട്രോണിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പല ആളുകൾ അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുമായിരുന്നല്ലോ, അതിന്റെ പ്രതിസന്ധി കാരണം. അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി. അപ്പൊ ഇങ്ങനെയാണ് ബംഗളൂരുവില് തുടങ്ങുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ കൊച്ചിയിലാണ്. അന്ന് ബംഗളൂരുവില് ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ
ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല. ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ ഒരു ഒഴിവ് വന്നപ്പോൾ പ്രോജക്റ്റ് മാനേജറുടെ അതിൽ റോയിക്ക് കണ്ണു വന്നു. അപ്പോൾ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു. ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഇതിനു മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്, ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഒരു ഉയർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ള വ്യക്തി റോയ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റ് റോയ്ക്ക് കൊടുക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്കിവിടെ പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ആൾ അവിടെ ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് ആ കിട്ടിയ പൊസിഷനെ ആൾ മിസ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയും കാലം ഒരു വർക്കറായി നിന്നു, പിന്നെ അവിടെ ഒരു പ്രൊജക്ട് ഹെഡായി മാറിയ സമയം അവിടെ ഒരു ഷെയറിൻ്റെ ഒരു ഭാഗം, ഷെയർ കൊടുക്കാണ്ട് തന്നെ അവിടെ ഒരു ഷെയർ, ഒരുപാട് സ്പേസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയ ഒരു കാര്യത്തെ അയാൾ യൂട്ടിലൈസ് ചെയ്ത് പല സ്ഥലങ്ങളും പല ബിസിനസ്സുകളും തൻ്റെ പേരിലോട്ടാക്കുന്ന രീതിയിലുള്ള തെണ്ടിത്തരങ്ങൾ റോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ. അപ്പോൾ 2003 ക്രിസ്റ്റൽ 100 കോടി രൂപയുടെ ക്ലബിൽ കയറി. റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത് 100 കോടി ക്ലബിൽ കയറി. കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ്. രഥയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ. അപ്പോൾ റോയ് പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി. പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോയി എന്ന് പറയുന്ന വ്യക്തി, ആ പെർട്ടിക്കുലർ വ്യക്തി ആളുടെ ഒരു പൊസിഷൻ മാറിയതോടുകൂടി ആളുടെ സ്വഭാവം, പെരുമാറ്റവും ലൈഫ് സ്റ്റൈലും കംപ്ലീറ്റ് ആയിട്ട് മാറി. അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ കിട്ടിയതോടുകൂടി പല കാര്യങ്ങളിലും ആളുടെ കൺട്രോളിലോട്ട് വന്നു. എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. ഒരു സാധാരണ വർക്കറായി വന്ന് തനിക്കതിലൊരു ഹൈ പോസ്റ്റ് കിട്ടി, എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ കമ്പനി ഹെഡിൻ്റെ തലയിൻ്റെ മുകളിൽ കയറിയിരിക്കും എന്ന് പറയുന്നതിനുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇതിലൊക്കെ സത്യസന്ധമായിട്ടുള്ള ഓഡിയോസോ ക്ലിപ്പോ കാര്യങ്ങളോ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ CJ റോയിയുടെ അവസ്ഥ. ഒരു കടവുമില്ലാത്ത വ്യക്തി എന്നാണ് CJ റോയിനെ ബേസിക്കലി നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, ഇനി എന്തൊക്കെ സാമ്പത്തികമായി കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഈ വ്യക്തി ഈ തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കർമ്മഫലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നമ്പൂതിരിയും ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ല ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ പോലീസ് കമ്മീഷണർ കുറെ വിവരങ്ങൾ കൊടുത്തു. റോയിയെ പിരിച്ചുവിട്ടു. റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക. അതിൻ്റെ ഞാൻ പറയാണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഓഡിയോയിൽ നിന്ന് മനസ്സിലായല്ലോ. 2005 അവിടെ ക്ലബ് ഹൗസിൽ നടന്ന ഒരു റെയ്ഡിൽ വളരെ മോശമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ കാണാനിടയാവുകയും ആ കാര്യങ്ങൾ പോലീസുകാരൻ നമ്പൂതിരിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്പൂതിരി പിരിച്ചുവിട്ടതാണ് CJ റോയി എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വിഷയം ഒന്നുമില്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മരണം സംഭവിച്ച ആ ടൈം തൊട്ടിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ ലതാ നമ്പൂതിരി. വേറെ സ്വന്തം ഭാര്യയുടെ പേര് പോലും നമ്മൾ ഇത്രത്തോളം കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പേര് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം ഡിസ്കഷൻ ആവണമെങ്കിൽ എന്തൊക്കെയൊക്കെയോ സത്യങ്ങൾ അല്ലെങ്കിൽ ഒളികൾ, കാര്യങ്ങൾ, കാരണങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടുതൽ പറയുന്നില്ല, നമുക്കിനി ബാക്കിയിലോട്ട് പോവാം. റോയിയെ പിരിച്ചുവിട്ടു. പക്ഷേ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട്. ഇതൊക്കെ റോയിയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക്, നമുക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ. പാർട്ട്ണറുമാണ്. ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ്, സ്വന്തം പേരിൽ. അതാണ് ഈ സർജാപുരയിൽ ഞാൻ
പണ്ടേ മേടിച്ചിരുന്നു, സെന്റിന് 6000 രൂപ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി. പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകൾ, അതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പണിതത്, അതൊക്കെ എനിക്ക് വേണം, കുറെ പണവും വേണം, ഞാൻ പിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും നിന്നില്ല, ചെയ്തു. അതൊക്കെ ചെയ്തു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇത്രയും വലിയ വൃത്തികെട്ട ഒരു പരിപാടി നമ്പൂതിരിയുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറെ കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ആ സ്ഥലം, ഇന്ന ബിൽഡിംഗ്, കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നീ ഇതും കൊണ്ട് പോയാലും കുഴപ്പമില്ല, ഞാനും എൻ്റെ ഭാര്യയും മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പർട്ടിക്കുലർ വ്യക്തിനെ ഒഴിവാക്കി വിട്ടു എന്ന രീതിയിലാണ് ഓഡിയോ വരുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ താങ്കൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു ഫ്രോഡാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തന്നെ വളരാൻ സഹായിച്ച ഒരു വ്യക്തിനെ ചതിക്കുക, അയാളുടെ കുടുംബം ഒന്നുമല്ലാണ്ടാക്കുക, എന്നിട്ട് തന്നെ ഈ തെറ്റിൻ്റെ ഭാഗമായി ഒഴിവാക്കി വിട്ട സമയത്ത് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ പകുതി മുക്കാലും പേശി വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക. ഈ 4 കാര്യം ചെയ്തതിന് പകരമായി നിങ്ങൾ ഇനി എന്തൊക്കെ ഒരു 100 ആൾക്ക് വീട് വെച്ച് കൊടുത്താലും 150 ആൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് പകരമാവില്ല. അമ്മേനെ കൊന്നിട്ട് 10 അമ്മമാരെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ബാക്കി തന്നെയാണത്. കടക്കണിയിലൊക്കെ ആകുന്നു. അങ്ങനെ 2005, 2006 പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് റോയ്. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം. ഇതാണ് മൂലധനം എന്നുള്ളത്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദുബായിലെ ആദ്യത്തെ പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 96 ഫ്ലാറ്റുകൾ പണിത് അത് ഇരട്ടിപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെന്റ് 20% നിന്ന് 10% കുറയ്ക്കുകയും 2 ദിവസം കൊണ്ട് ദുബായിൽ പ്രോജക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തു വന്നു. ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാക്കിയത് കൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി. ആ കാലത്ത് ഇവിടുത്തെ കാര്യങ്ങൾ മര്യാദക്കല്ല, ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറി. ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ 40,000 രൂപ 60,000 രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ നിന്ന്. അങ്ങനെ ഡോക്ടറേറ്റ് ആയത്. അപ്പോ ക്രിസ്റ്റല് കടക്കണിയിലായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ. പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് ചെയ്യാതെ വന്നപ്പോൾ പല ആളുകളും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്പൂതിരിയും ലതയും ഒളിവിൽ പോയി ആ കാലത്ത്. കുറച്ചു കാലം ലത ജയിലിലും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നമ്പൂതിരിയെ പറ്റി പിന്നെ വിവരമൊന്നും ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ CJ റോയ് എന്ന് പറയുന്ന DR പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് പറയുന്നത്. ശരിക്കും ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്ന് എന്തൊക്കെയാണ് കേൾക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഈ പർട്ടിക്കുലർ വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് സംസാരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇന്ന് ആൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പല കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാര്യയ്ക്കും മക്കൾക്കും അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലത എന്ന് പറയുന്ന വ്യക്തി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് സങ്കടമാവുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം വാങ്ങിപ്പോയി ആ പ്രോഫിറ്റ് വെച്ചിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണ്. ഇപ്പം എന്തായാലും അത് 7 നിലയിൽ തീരുമാനമായിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ബ്രെയിൻ തന്നെയാണ് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി എത്രയൊക്കെ വിചാരിച്ചാലും ആ പഴയ പ്രൗഢിയിൽ പോവോ എന്നുള്ള അറിയില്ല. അത്ര എഫക്റ്റീവായി കൊണ്ടുപോകാനുള്ള കഴിവ് മകനുണ്ടെങ്കിൽ മേ ബി ഫ്രണ്ടോട്ട് പോവായിരിക്കും. ആ മൂലധനം വെച്ച് തുടങ്ങിയെങ്കിലും കുറേ മൂലധനം പോയതും പിന്നെ ബിസിനസ് നന്നായിട്ട് പോകാത്തതും വർക്കർ ഇല്ലാത്തതിൻ്റെ ഭാഗമായി അവർക്ക് തകർച്ച വന്നു. അതോടുകൂടി അവരുടെ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് എഗെയിൻസ്റ്റ് വരികയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ കേസ് കാര്യങ്ങളോടുകൂടി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടുന്ന് മാഞ്ഞു പോവുകയാണ്. പിന്നെ ഇതുപോലൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ അത് കഴിഞ്ഞ് 2005 കഴിഞ്ഞ് ഇപ്പോൾ 2026 ആയപ്പോഴേക്ക് ഇതേ സാഹചര്യത്തിൽ ഇതേ സിറ്റുവേഷനിൽ ഈ ഒരു അവസ്ഥയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഡോക്ടർ CJ റോയുടെ ജീവിതവും അവസാനിച്ചിരിക്കുകയാണ്. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും.
അത്രേ പറയാനുള്ളൂ. കർമ്മ വിൻസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്